ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ ചൈന ഗ്രാസ്, ജലാറ്റിന് അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റെസിപ്പീസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടോക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 2.5 കപ്പോളം മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു അരക്കപ്പ് മിൽക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നമ്മൾ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു തെരുതെരിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മിൽക്കിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാര അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, കാരണം മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നമ്മൾ പുഡിംഗ് എല്ലാം ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഇതാ ഞാനൊരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പാലൊന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതാ പാലൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ. അല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കേട്ടോ. ഇങ്ങനെ ഒരു കരിഞ്ഞൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതാ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് തിക്കാകാനും പാടില്ല, അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൂസാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതായി വരേണ്ടത്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അതിൻ്റെ ആ ഒരു ചൂടെല്ലാം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുറച്ചധികം തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ പുളിയൊന്നും ഇല്ല ഫ്രൂട്ട്സ് എടുക്കാൻ പാടില്ല, അല്ലാത്ത പുളിയില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് എല്ലാം എടുക്കട്ടെ, കുറച്ച് കട്ടിയിലുണ്ടാകുന്ന. അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ടാക്കി എടുക്കുക. പിന്നെ ആപ്പിളെല്ലാം എടുക്കുന്ന ടൈമിൽ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ അനാറ് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൈനാപ്പിൾ നമ്മൾ ഒരിക്കലും പച്ചയോടെ ചേർക്കാൻ പാടില്ല കേട്ടോ. കാരണം പൈനാപ്പിൾ പച്ചയോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്പ്പ് ഫ്ലേവർ ആയിരിക്കട്ടെ ഉണ്ടായാലും അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് വഴിയെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതെല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലൊരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു മിക്സിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നേരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഓരോരോ സാധനങ്ങളിൽ സെറ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ പൈനാപ്പിൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ പുഡിങ് ഇങ്ങനെ എന്തെങ്കിലും ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ആക്കുമ്പം പൈനാപ്പിൾ ഒരിക്കലും പച്ചയോടെ ചേർക്കാൻ പാടില്ല കേട്ടോ. കാരണം പച്ചയോടെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനെല്ലാം വെച്ച് കുറച്ച് ടൈം എടുത്തിട്ടെല്ലാം കഴിക്കുന്നതാണെങ്കിൽ ഒരു കയ്പ്പ് ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പുഡിങ്ങോ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പൈനാപ്പിളെല്ലാം ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അരക്കപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വളയിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിൽ തന്നെ പൈനാപ്പിളിൽ നിന്ന് നല്ലപോലെ വെള്ളമെല്ലാം ഇറങ്ങി വരും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ പൈനാപ്പിളിൻ്റെ ജാം അങ്ങനത്തെ എല്ലാം ഈ ഒരു രീതിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ നല്ല വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ആ ഒരു പുഡിങ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവൽ. അപ്പോൾ ഇതൊന്ന് ചൂടെല്ലാം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയർ റെഡിയാക്കാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ബീറ്ററിൽ വേണമെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് നോക്കിയിട്ട് ഞാൻ കുറച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ക്രീം വേണ്ടി വരും. ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ എഗ് ബീറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചെയ്യുമ്പം നമുക്ക് ഇത്ര അധികം ക്രീം വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബ്രെഡും കൂടി ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഓരോരോ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട്
ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഞാൻ മുന്നേ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ 1 വർഷം മുന്നേ എങ്ങാനും കാണിച്ചിട്ടുണ്ടായിന്. അപ്പം എന്താണ് സെപ്പറേറ്റ് കാണിക്കുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമാണല്ല, നമുക്ക് പെട്ടെന്നെല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രെഡെല്ലാം ഒന്ന് നമ്മളെ മിൽക്കിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ട്രേയിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബ്രെഡെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നിക്കിൽ മിൽക്കിലാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ മിൽക്കിൽ മൊത്തത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ ബ്രെഡെല്ലാം സൈഡെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് 2 പുഡിംഗ് ട്രേയിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് ലെയറായിട്ട് നമ്മളെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, നമ്മളെ ആ ഒരു വിപ്പിംഗ് ക്രീം, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3 ലെയറായിട്ടാണ് ടൈപ്പ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ റെഡിയാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു ക്രീം ഞാൻ പ്രത്യേകിച്ച് ഇത് മിക്സിയിൽ അടിച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റായി വരാനുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്ടത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു എന്താണ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടെല്ലാം പോയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനിപ്പോൾ ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഡെക്കറേറ്റ് പോലെ ചെയ്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ക്രീം ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലൈൻസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് മുകളിൽ ലൈൻസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ചെറീസാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാനും നല്ലൊരു പാങ്ങാണ്. പ്രത്യേകിച്ച് പുഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്താലാണ് പുഡിങ്ങിൻ്റെ ആ ഒരു നല്ലൊരു പാങ്ങുണ്ടാവും കേട്ടോ കാണാനായിട്ട്. നമ്മൾ പുറമേ കാണുമ്പോൾ എല്ലാം നല്ലൊരു അടിപൊളിയായിട്ട് വേണം പുഡിങ് പ്രത്യേകിച്ച്. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് പ്രത്യേകിച്ച് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ, ഇത് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. രാവിലെ എല്ലാം ആക്കിയിട്ട് നമുക്ക് ഉച്ചക്കല്ലേ കഴിക്കുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. തലേന്നാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഫ്രഷ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അതേ ദിവസം തന്നെ ആക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത്